നമസ്കാരം. എത്ര പെട്ടെന്നാണ് ഈ വർഷവും കഴിഞ്ഞത് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ഉന്നയിച്ച സ്ഥിരം ക്ലീഷേ ചോദ്യമായിരിക്കും. നിമിഷങ്ങൾ മണിക്കൂറുകളായി, അത് പിന്നെ ദിവസങ്ങളായി, മാസങ്ങളായി പരാതിയില്ലാതെ ഒഴുകി നീങ്ങുന്നതു കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഈ ഒഴുക്കിന് കൂട്ടായി മണ്ണ് നനയും, മരം പൊഴിയും, ആകാശം വിരിയും, പ്രകൃതിയുടെ നൈസർഗികമായ താളം നമുക്ക് ദൃശ്യമാകും. എന്നാ നമ്മളോ? അമ്മയുടെ പാലിന്റെ കണക്കും പരിചയക്കാരുടെ കല്യാണ തീയതികളും കറുത്ത വട്ടപ്പൊട്ടുകളും കൊണ്ട് ശ്വാസം മുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും കലണ്ടറുകൾ വീടൊഴിഞ്ഞിരുന്നത്. ചിലയിടത്ത് വലിയ വട്ടം വരഞ്ഞും ചിലയിടത്ത് കുറുകെ വെട്ടിയും അവർ അതിനെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കി. എന്തിനേറെ പറയുന്നു, സൂചി അതിന്റെ താളുകളിൽ കുത്തിയിറക്കി ആനന്ദം കണ്ടെത്തുന്ന ഒരമ്മയെ വളരെ ദയനീയതയോടെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനെതിരെ ഭാവിയിൽ ഒരു മതിൽ പണിയാൻ ആരെങ്കിലും മുൻപോട്ട് വന്നേക്കാം. കേരളത്തെ കണ്ണീർ കടലിലാഴ്ത്തിയാണ് 2018 പടിയിറങ്ങുന്നത്. ഓഖി ഏൽപ്പിച്ച ആഘാതവുമായി നാം 2018 വരവേറ്റു പ്രതീക്ഷകളോടെ. എന്നാൽ ഓഖിയുടെ മുറിവുകൾ ഉണങ്ങുന്നതിനു മുൻപേ തന്നെ ദുരിതങ്ങൾ നിരനിരയായി നമ്മെ കാത്തിരുന്നു. ആദ്യം അത് നിപ്പയുടെ രൂപത്തിലായിരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ കേരളം നിപ്പയിൽ നിന്നും രക്ഷ നേടുന്നതിനിടെ ഇടിവെട്ടിയവനെ പാമ്പു കടിച്ചു എന്ന അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിട്ടുകൊണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രകൃതി സംഹാര താണ്ഡവമാടിയതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിൽ മുങ്ങിത്താണു. അങ്ങനെ 2018 ഒറ്റപ്പെടലിന് നിശബ്ദതയുടെയും സർഗാത്മകതയുടെയും ലോകത്തേക്കുള്ള വഴി അറിയുമെന്നു തിരിച്ചറിഞ്ഞു. വിശപ്പിന് ഭാഷയോ ജാതിയോ ലിംഗഭേദമോ ഇല്ലെന്നു നോക്കിക്കണ്ടു. ഒന്നുമില്ലാത്തവനും എല്ലാം ഉള്ളവനും തിരയുന്ന സന്തോഷം അവരുടെ ആത്മസംതൃപ്തിയിൽ നിന്നേ ഉടലെടുക്കൂ എന്നു കേട്ടു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിടത്തു നിന്നും പ്രതീക്ഷ കൈവിടാതെ കുതിച്ചുയർന്നവരെ വായിച്ചറിഞ്ഞു. ചില തെറ്റുകളിൽ പോലും നന്മയുടെ അംശം നിറയുന്നത് അനുഭവിച്ചു. ഇതിലുപരിയായി ഒരുപാട് സുഹൃത്തു ബന്ധങ്ങളും. ചിലർ വന്നു, ചിലർ നിന്നു, ചിലർ പോയി. വന്നതിനെയെല്ലാം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു, പോയതിനെയെല്ലാം അതേ മനസ്സോടെ തിരിച്ചയച്ചു. 2018 അതിജീവനം എന്ന വാക്കിന്റെ ശക്തിയും സൗന്ദര്യവും കേരളം തിരിച്ചറിഞ്ഞ വർഷം. ചരിത്രത്തിൽ കുറിക്കപ്പെട്ട വർഷം. അക്ഷരാർത്ഥത്തിൽ സംഭവ ബഹുലം. 94 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ പ്രളയം, മരണക്കാറ്റ് വീശിയ നിപ്പ, ചെറുതായിരുന്നില്ല വെല്ലുവിളികൾ. ആചാരവും നവോത്ഥാന ചിന്തകളും ഒരിക്കൽ കൂടി നേർക്കുനേർ വന്നു. ഇക്കാലത്ത് ഏറെ ചർച്ച ചെയ്ത സാമൂഹിക വിഷയങ്ങളിൽ അധികവും സ്ത്രീ കേന്ദ്രീകൃതമാണെന്ന സവിശേഷതയും 2018 ഉണ്ട് താനും. 94 വർഷങ്ങൾക്കു ശേഷം കേരളം വീണ്ടും ഒരു വലിയ ദുരന്തം എന്തെന്ന് അറിഞ്ഞു, അതിജീവിച്ചു. പക്ഷേ ഇനിയാണ് ശരിക്കുള്ള ചിന്ത തുടങ്ങേണ്ടത്. നവകേരള സൃഷ്ടി. അതിനാധാരം പ്രളയാനന്തര കേരളത്തിന്റെ ഒരു സമഗ്രമായ ഭൂപടം തന്നെയാണ്. എന്നും അപ്രതീക്ഷിതമായ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മാറ്റിവരച്ച പുഴയാണ് പെരിയാർ. പ്രളയത്തിനു തൊട്ടു മുമ്പ് വരെ ജനത്തിനും ഭരണകൂടത്തിനും മാധ്യമങ്ങൾക്കും ഇടുക്കി ഒരർത്ഥത്തിലൊരു ആഘോഷം പോലെയായിരുന്നു. അവിടെ പൊട്ടാനിരുന്ന ജലബോംബ് നോക്കി കേരളം ഇരുന്നു. അയലത്തെ പുഴയും കൈവഴിയും പോയിട്ട് സ്വന്തം പറമ്പിൽ പോലും ആരും നോക്കിയില്ല. കിഴക്കൻ മലകളിൽ മഴ പെയ്തു, ഉരുൾപൊട്ടി, പുഴ കലങ്ങി, ഡാം തുറന്നു, കേരളം മുങ്ങി. പതിവുകളെല്ലാം തെറ്റിച്ചെത്തിയ പേമാരിയിലും മലവെള്ളപ്പാച്ചിലിലും കേരളം നടുങ്ങി. 1924 ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിൽ 483 മനുഷ്യ ജീവനുകളാണ് പൊലിഞ്ഞത്. ചത്തുപൊങ്ങിയ നാൽക്കാലികളുടെയും പക്ഷികളുടെയും കണക്കുകൾ അവ്യക്തം. 14.5 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. കാർഷിക വ്യാവസായിക അടിസ്ഥാന സൗകര്യ മേഖലകളെ തകർത്തുകളഞ്ഞ പ്രകൃതിയുടെ താണ്ഡവത്തിൽ 31,000 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. ലോകത്തു തന്നെ ഈ വർഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണെന്ന് UN കീഴിലെ ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കേരളവും ലോകവും കൈകോർത്തു പ്രളയത്തെ തോൽപ്പിച്ചുവെങ്കിലും വിവാദങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല. മതിയായ മുന്നറിയിപ്പ് നൽകാൻ കഴിയാതെ പോയതും ഡാം മാനേജ്മെന്റിലെ പിടിപ്പുകേടുമെല്ലാം വലിയ ചർച്ചയായി. നവകേരള നിർമ്മിതിക്കായുള്ള ധനസമാഹരണം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു. വിദേശ സർക്കാരുകളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർത്തതും പണം കണ്ടെത്തുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചും രാഷ്ട്രീയ വിവാദങ്ങളായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ദുരന്ത നിവാരണ മാർഗങ്ങളുടെയും ശക്തി ദൗർബല്യങ്ങൾ വെളിവാക്കപ്പെട്ടു. ഇന്നുവരെ സംസ്ഥാനം സ്വീകരിച്ചിരുന്ന ദുരന്ത ലഘൂകരണ മാർഗങ്ങളുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും ഇക്കാര്യത്തിൽ പുനരാലോചന വേണമെന്നുമുള്ള പാഠം പഠിക്കാൻ ദുരന്തം കാരണമായി. പെരിയാർ കൊച്ചിയും വൈപ്പിനും തുരുത്തുകളും ജനിപ്പിച്ച പമ്പ, കുട്ടനാടിനെ ജനിപ്പിച്ച 1341 പ്രളയ മഹാരഥനുണ്ടെങ്കിലും വെള്ളപ്പൊക്കമെന്ന് കേട്ടാൽ ഓർക്കണം 99 വെള്ളപ്പൊക്കത്തെ.
അതാണ് നാട്ടുനടപ്പ്. ഒരുപാട് പാടി പുകഴ്ത്തിയെങ്കിലും പക്ഷെ 99-ലെ വെള്ളപ്പൊക്കത്തെ ആരും പഠിക്കാത്ത ഒരു പാഠമായി. 94 വർഷം മുമ്പ് കരകവിഞ്ഞ അതേ വഴികളിലൂടെ പമ്പയും പെരിയാറും മറ്റനവധി പുഴകളും ഒഴുകി. കേരളത്തിന്റെ പുഴകൾ ആധികാരികമായി അവരുടെ തീരങ്ങൾ വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് 2018-ൽ കണ്ടത്. മരണക്കാറ്റ് വീശിയ നിപ്പയും 2018-ലെ തിരികെ വരാത്ത ഓർമ്മകളാവട്ടെ. മരണഭീതി പരത്തി നിപ്പ സംസ്ഥാനത്തെ വിറപ്പിച്ചത് ഏകദേശം 2 മാസത്തോളമായിരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് രംഗത്തെ പോലും രോഗം പ്രതിസന്ധിയിലാക്കിയ നിപ്പ വൈറസ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് കണ്ടെത്തിയത്. വൈറസ് ബാധ സ്ഥിരീകരിച്ച 2 പേർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ആരോഗ്യവകുപ്പ് പറയുന്നു. രോഗികളുമായി അടുത്തിടപഴകേണ്ടി വന്ന 2000-ഓളം പേർ നിരീക്ഷണത്തിലായി. രോഗിയെ പരിചരിക്കുന്നതിനിടെ രോഗം ബാധിച്ച് മരിച്ച ലിനി എന്ന നഴ്സ് തീരാ നൊമ്പരമായി. ലോക മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ശേഷിയും പരിമിതിയും മാറ്റുരച്ച അവസരമായിരുന്നു ഇത്. സർക്കാരും ആരോഗ്യ പ്രവർത്തകരും മാധ്യമങ്ങളും പൊതുജനങ്ങളും കാണിച്ച അതിജാഗ്രതയിൽ രോഗത്തെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞു. കൂടുതൽ പേരിലേക്ക് വൈറസ് പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആരോഗ്യ മേഖലയുടെ വിജയമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ മികച്ചവയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ആശുപത്രികളിൽ പോലും അണുബാധ നിയന്ത്രിക്കുന്നതിനും മറ്റുമുള്ള കുറവുകൾ ഇത് വെളിച്ചത്തു കൊണ്ടുവന്നു. ആശുപത്രിജന്യ രോഗങ്ങൾ തടയുന്നതിന് കൂടുതൽ സംവിധാനങ്ങളും ജാഗ്രതയും വേണമെന്ന് നിപ്പ ഓർമ്മിപ്പിച്ചു. ദിനരാത്രങ്ങളെ മറന്ന് അങ്ങോളം ഇങ്ങോളം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്ന വിവിധ സംഘടനകൾ, വ്യക്തികൾ, സോഷ്യൽ മീഡിയ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സർവൈവിംഗ് സെന്ററാക്കി മാറ്റിയ യുവതി യുവാക്കൾ, ഭക്ഷണവും വെള്ളവും ക്രോഡീകരിച്ച് കൃത്യമായ ആസൂത്രണ മികവോടെ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിച്ചവർ, മുഴുവൻ സമയവും ലൈവ് അപ്ഡേഷൻ നൽകി കൂടെ നിന്ന ദൃശ്യ മാധ്യമങ്ങൾ, കൂടെ നമ്മുടെ കേരള പോലീസ്, മിലിറ്ററി, വായുസേന, എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ സ്വന്തം മത്സ്യത്തൊഴിലാളികൾ. ഒരുപക്ഷെ ഇവർ രക്ഷാപ്രവർത്തനത്തിൽ മുൻപോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യാ നിരക്ക് കുത്തനെ ഉയർന്നിരുന്നു. ദൈവദൂതരെ പോലെ അവതരിച്ചു ചാട്ടുളി വേഗത്തിൽ ലക്ഷ്യം കൈവരിക്കാനുള്ള തീക്ഷ്ണതയിൽ അവർ കൈമയും മറന്നുകൂടെ നിന്നപ്പോൾ മാനവികതയുടെ ഉദാത്തമായ സന്ദേശമാണ് നമ്മൾ ലോകത്തിന് എഴുതി കൊടുത്തത്. നമ്മൾ ഒന്നാണെന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ 2018-ൽ തെളിയിച്ചു കാണിച്ചു. കഷ്ടപ്പാടിന്റെയും കഠിനവ്യഥയുടെയും കാലമാണ് 2018-ൽ കഴിഞ്ഞു പോകുന്നത്. ഒരുപാട് നഷ്ടങ്ങളും നീറുന്ന വേദനകളും മാത്രമേ കൂട്ടിനുള്ളൂ. പക്ഷേ തല ഉയർത്തി പറയാം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നാണെന്ന്. 1 വർഷത്തിന് 1 നൂറ്റാണ്ടിന്റെ കഷ്ടപ്പാട് നൽകിയ ദൈവമേ, പൊരുതാൻ ശക്തരാണ് ഞങ്ങൾ എന്നും എപ്പോഴും. ഓരോ പുതുവർഷവും ഓരോ ഓർമ്മപ്പെടുത്തലാകട്ടെ. പുതുവത്സര ആശംസകളോടെ അഞ്ജന ഭാസ്കരൻ, മറുനാടൻ TV.